والصلاة والسلام على خير خلق الله. الحمد لله أنزل إلينا أشمل كتاب، أرسل إلينا أفضل الرسل، وجعلنا خير أمة أخرجت للناس، وله الحمد والشكر على هذه النعمة العظيمة وآلائه الجسيمة، والصلاة والسلام على خير خلق الله أجمعين. السلام عليكم ورحمة الله وبركاته. അത് കയറിയിരിക്കും. നമ്മൾ നിസ്കരിക്കാനാവുക സഫരി. ഞാൻ നാട്ടിൽ പട്ടാമ്പിയാണ്. ഇവിടെ ഇപ്പോൾ റിയാദിലായിട്ട് ഇപ്പോൾ 5 വർഷമായി. അൽഹംദുലില്ലാ. ഷുമേസിലാണ് ചെറിയൊരു ഷോപ്പ് നടത്തുകയാണ്. പിന്നെ ഒരു 6 വർഷം മദീനത്തുണ്ടായിരുന്നു. 5 വഖത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കാതെ തന്നെ നമുക്കറിയാം 5 വഖത്ത് ഫർദ് നിസ്കാരമാണ്, നിസ്കരിക്കണം നിർബന്ധമാണെന്ന്, അല്ലേ? പക്ഷെ എന്നാലും ആ ബാങ്ക് വെച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ ഓർമ്മപ്പെടുത്താനാണ്. ജോലിയിലും ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം അത് ഓവറായി പോകും. അപ്പൊ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മസ്ജിദിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് കൊടുക്കും. അത് നിസ്കാരത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വം കൂടിയാണ്. ആ ബാങ്ക് വെച്ചിരിക്കുന്നത് ആ നിസ്കാരം ചില്ലറ കാര്യമില്ല, ചെറിയ കാര്യമില്ല. മനസ്സിലാവണില്ലേ മലയാളം? നിസ്കാരം ഏറ്റവും വലിയൊരു കർമ്മമാണത്. അതുകൊണ്ടാണ് എന്ത് ഇഅ്ലാൻ, വിളംബരം വെച്ചിരിക്കുന്നത്. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാ ജോലി നമ്മളവിടെ അവസാനിക്കും. കാരണം എന്താ? ഹയ്യ അലസ്സലാ, പുരുഷന്മാരെ വിളിക്കുകയാണ്. പുരുഷന്മാരുടെ നിസ്കാരം ജമാഅത്തായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കാരണങ്ങളുള്ളവർക്ക് മാത്രം, രോഗികൾക്ക്, ഭയമുള്ളവർക്ക്, ശർഈയായ കാരണമുള്ളവർക്ക് ഒറ്റക്ക് നിസ്കരിക്കാം. പക്ഷെ നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റില്ല, ജമാഅത്ത് ഒഴിവാക്കാൻ പറ്റും ശർഈയായ കാരണമുള്ളവർക്ക്. അതല്ലാത്തവർക്ക് ഓരോ മുസ്ലിം പുരുഷനും നിസ്കാരം 5 വഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജമാഅത്താണ്. ജമാഅത്ത് അല്ലാത്ത നിസ്കാരം നമുക്കില്ല. പറഞ്ഞു. അതുകൊണ്ടാണ് ഹയ്യ അലസ്സലാ, ഹയ്യ നിസ്കാരത്തിലേക്ക് വാ, നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്നല്ല പറയണേ, ഹയ്യ ഈ മസ്ജിദിലേക്ക് വാ. കോടികൾ സ്ഥലം, ലക്ഷങ്ങളൊക്കെ സ്ഥലം പിരിച്ചുണ്ടാക്കി എവിടെയാണല്ലോ ഓരോരുത്തർ പിരിവിന് വരും. ടിഷ്യൂ പേപ്പർ ചെറിയ വരും. ഇപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു, അപ്പൊ നമ്മള് പുറത്തു പോകണം. ജലദോഷമുള്ളവരുടെ നിസ്കരിക്കേ നല്ല പറയണേ. സൗണ്ട് കുറവാ. ഹയ്യ തഅൽ, മസ്ജിദിലേക്ക് പോവാന്നാ പറയുന്നത്. പള്ളി നിർമ്മിക്കാൻ എത്ര പ്രയാസപ്പെടുന്നുണ്ട് ഓരോ നാട്ടിലെ അവരുടെ ഉസ്താദന്മാര്, കമ്മിറ്റിക്കാര്, നാട്ടുകാര്. അവരൊക്കെ ഇവിടെ വന്ന് വിസിറ്റിംഗ് വിസ വന്ന് പിരിവെടുത്ത് ലക്ഷങ്ങളും ഒക്കെ വാങ്ങി ആ മസ്ജിദ് നിർമ്മിക്കുന്നത്. 1 കോടി, 1.5 കോടി, 2 കോടി. എന്തിനാണ് ആ മസ്ജിദ് നിർമ്മിക്കണത്? പുരുഷന്മാർക്ക് വീട്ടിൽ കിടന്നുറങ്ങാനോ? അല്ല, 5 വഖത്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പിരിച്ചുണ്ടാക്കി നിർമ്മിച്ച മസ്ജിദിലേക്ക് വരണം. അതിനാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നതാണ്. അതായത് വീട്ടിൽ നിസ്കരിക്കുന്ന പുരുഷനെ വിറകുകൾ ശേഖരിച്ചു കൊടുന്ന് അവനോടുകൂടി ആ വീട് കരിക്കാൻ, കത്തിച്ചു കളയാൻ ആരാഗ്രഹിച്ചിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വെറുക്കപ്പെട്ട കാര്യമാണ്. ആ പുരുഷൻ നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. അവനെവിടെ നിസ്കരിക്കുന്നുണ്ട്? എവിടെ? വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട്. അവൻ നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം. ഫ്രണ്ടിലേക്ക് ഇരിക്കുക. വീട്ടിൽ നിസ്കാരം നിർവഹിക്കുന്ന ഒരു പുരുഷൻ അവനോടുകൂടി വീട് കരിയിച്ചു കളയാൻ ആഗ്രഹിക്കുന്നതാ പറഞ്ഞത്. അപ്പൊ നിസ്കാരത്തിന്റെ, ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വം ആലോചിച്ചു. അതിന്റെ രാജാവാവട്ടെ, രാജാവിന്റെ പാലസ് ആവട്ടെ, എത്ര വലിയ കൊട്ടാരാവട്ടെ, അത് കത്തിച്ചു കളയാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അത്രയും വെറുക്കപ്പെട്ട കാര്യമാണ് ഒരു പുരുഷൻ ഒരു കാരണവുമില്ലാതെ വീട്ടിൽ നിസ്കരിക്കുക എന്നുള്ളത്. പള്ളിയിലേക്ക് പോകാൻ മടി.
വേറൊരു ഹദീസിൽ കാണാം, ഫജ്ർ നിസ്കാരം ഇല്ലാതെ കിടന്നുറങ്ങുക അശ്രദ്ധനായിട്ട്, അവന്റെ ചവിട്ടിൽ എന്താ ഉണ്ടാവുക? ശൈത്താൻ മൂത്രമൊഴിക്കും. ശൈത്താന്റെ കക്കൂസാണ് അവന്റെ ചെവി. അത് അമീറാവട്ടെ, രാജാവട്ടെ, എത്ര വലിയ MLA MP മന്ത്രി ആവട്ടെ, മുസ്ലിമാണ്, ഫജ്ർ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫജ്ർ വീട്ടിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഉണർന്നെങ്കിൽ, ഇവിടെ റസൂലുള്ളാഹി പറയണതാ സല്ലല്ലാഹു അലൈഹി വസല്ലം, സാദിഖുൽ മസ്ദൂഖ്, അള്ളാഹുവിന്റെ അറിയിപ്പില്ലാത്തൊരു കാര്യം പറയില്ല. അതാണ് നിസ്കാരത്തിന്റെ മഹത്വം, ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്ന അത്ര സമയം. ഇവിടെ മുദാക്കറ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇന്നിപ്പോ നമ്മളോട് ഇനി റമദാൻ ആഗതമാവുകയാണല്ലോ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, നല്ല ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് നമുക്ക് അടുക്കാനും, ആ റമദാനിലെ ഫർളാക്കപ്പെട്ട നോമ്പനുഷ്ഠിക്കാനും, തറാവീഹ് നിസ്കരിക്കാനും, സദഖ നിർവഹിക്കാനും, നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടുകുടുംബങ്ങൾക്കൊക്കെ വേണ്ടുന്ന ഹക്കുകൾ നിർവഹിക്കാനും, ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഉംറ നിർവഹിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാനിന്റെ ഏറ്റവും വലിയ മഹത്വം എന്താ? പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്. അതുകൊണ്ടാണ് റമദാൻ ശ്രേഷ്ഠമായത്, പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ രണ്ടുപേരുടെ ജോലി എന്തായിരുന്നു റമദാനില്? ദൈവത്ത്, നമീമത്ത്, തമാശ പറഞ്ഞ് ചിരിച്ച് അവിടുത്തെ വിശേഷങ്ങൾ പറയാനാണോ? അല്ല, ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ ഓതിക്കൊടുത്തു തിലാവത്തുൽ ഖുർആൻ. ആരെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആരാണ്? അഷ്റഫുൽ ഖൽഖ്, അഷ്റഫുൽ ഖൽഖ് ഫിൽ അർളി ഫിസ് സമാ, ജിബ്രീൽ അമീനുൽ സമാ, ആകാശത്തിലെ ഏറ്റവും വലിയ അമീനായ അമീറായ മലക്ക്. അപ്പൊ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും രണ്ട് ഖൈറുൽ ഖൽഖിന്റെ ജോലി എന്താണ്? ജോലി എന്താണ്? നമ്മളെവിടെ, നമ്മളാരാ, നമ്മളെവിടെ, എന്താ ഖുർആനെ കുറിച്ച് നമ്മൾ എന്ത് കരുതി? ഭൂമിയിലെ ഏറ്റവും വലിയ അഷ്റഫുൽ മഖ്ലൂഖാണ്. അള്ളാഹു കഴിഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച മഖ്ലൂഖുകളിൽ വെച്ച് ഏറ്റവും അഷ്റഫുൽ ഖൽഖ്, ഖൈറുൽ ഖൽഖ്, സയ്യിദു വലദ് ആദം, ഇമാമുൽ അംബിയ, അഷ്റഫുൽ അംബിയ വൽ മുർസലീൻ, ഇമാമുൽ ജന്ന, ഇമാമുൽ മുത്തഖീൻ, സാദിഖുൽ മസ്ദൂഖ്, ഖലീലുല്ലാഹ്, ഹബീബുല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ജോലി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കലാണ്. നമ്മൾ എത്ര ആളുകൾ ഖുർആൻ കേട്ടിട്ടുണ്ട്? രാവിലെ സ്വയം ഓരോരുത്തർ ചിന്തിച്ചാൽ മതി. കേൾക്കണം ഇൻഷാ അല്ലാഹ്. ഖുർആൻ ശരിക്കും നമ്മൾ കേൾക്കുന്നത് പോലെ കേട്ടാൽ നമ്മളെ ഈമാൻ വർദ്ധിക്കും. മനസ്സിൻ്റെ ഉള്ളിലെ വ്യസനങ്ങളും വിഷമങ്ങളും ഫിക്കറും മറ്റേ അന്ധവിശ്വാസം എല്ലാം പുറത്ത് തള്ളിപ്പോകും. ഖുർആൻ വന്നാൽ പിന്നെ അതിന് സ്ഥാനമില്ല അവിടെ. വ്യസനം, ഇടങ്ങേറ്. ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യസനങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളപ്പോൾ ദുആ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ബിൻ അബ്ദിക ബിൻ അമതിക എന്നുള്ള ദുആയിലെ അവസാനത്തിൽ അല്ലാഹുമ്മ അൻത ജഅലൽ ഖുർആനൽ അദീമ റബിയ ഖൽബി ഇത് പറഞ്ഞപ്പോൾ ഒരു സംഭവം വരിക. ഒരു ഇവിടുത്തെ സൗദി മദ്രസയിൽ നിന്ന് ടൂർ പോകുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ ബാഗിൽ മുസാഫ് ഉണ്ട്. എല്ലാവരും പാർക്കിലേക്കൊക്കെ ഇറങ്ങി കളിക്കുകയാണ് കുട്ടികളൊക്കെ. ഒരു കുട്ടി മാറി ഇരുന്നിട്ട്, കേൾക്കുന്നില്ലെങ്കിൽ, ഒരു കുട്ടി മാറി ഇരുന്നിട്ട് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബെഞ്ചും ഇരുന്ന്. അപ്പോൾ എൻ്റെ ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ കളിക്കാൻ വാ, കുട്ടികളൊക്കെ കൂടെ കളിക്കാൻ വാ, എന്താ ഇപ്പൊ സമയം, കളിക്കണ സമയമല്ലേ എന്ന് പറഞ്ഞു. ഒരു എൻജോയ്മെന്റിന് വേണ്ടി കളിക്കാൻ വാന്ന് പറഞ്ഞു ഉസ്താദ്. അപ്പോൾ പറഞ്ഞു, ഹാദാ റബിയ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തം ഈ തിലാവത്തുൽ ഖുർആനാണ്. അപ്പൊ ഉസ്താദ് അന്തം വിട്ടുപോയി. ഉസ്താദ് ചോദിച്ചു, അപ്പോഴാണ് ഉസ്താദ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഉമ്മ ഹാഫിളയാണ്, ഉമ്മ ഖുർആൻ ഹിഫ്ള് ചെയ്ത ആളാണ്. അപ്പൊ അവരെപ്പോഴും വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓതി കേൾപ്പിച്ച് ഇങ്ങനെ ജീവിക്കും. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിന്റെ സന്തോഷം
കുട്ടി കണ്ടെത്തിയത് ഖുർആനിലാണ്, അല്ലാതെ പാർക്കിലെ കളികളിലല്ല. കളിക്കാൻ അനുവാദമുണ്ട്, അതല്ല പറഞ്ഞത്. ആ കുട്ടി പറയണ ഹാദാ റബിയ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തം ഈ അള്ളാഹുവിന്റെ കലാമാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോ അൻ തജ്അലൽ ഖുർആനൽ അദീമ റബിയ ഖൽബി വനൂറ സദ്രി വജലാഹ ഹുസ്നി വദഹാബ ഹമ്മി. ഇതൊക്കെ ഹൃദയത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. വനൂറ സദ്രി, എന്റെ ഹൃദയത്തിന്റെ പ്രകാശം. വജലാഹ ഹുസ്നി, ഈ വ്യസനങ്ങളൊക്കെ തള്ളിപ്പോകാൻ. വദഹാബ ഹമ്മി, ഈ ദുനിയാവിന്റെ ഓരോരോ ഫിക്റുകൾ, ഇങ്ങനെ കെട്ടുമാറാപ്പുകൾ, ഓരോരോ ഭാരങ്ങള്, ഹമ്മ്, അതൊക്കെ തള്ളിപ്പോകും. എന്തുകൊണ്ട്? വെറും ദുആ കൊണ്ടല്ല. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക എന്ന് പറഞ്ഞാൽ മാത്രം പറഞ്ഞ അങ്ങനെ നിർത്തിയോണ്ട് കാര്യമില്ല. അതിന്റെ ഉള്ളിലൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഖുർആൻ. റബിയ ഖൽബി, ഈ ഖുർആൻ കൊണ്ടാണ് എന്റെ ഹൃദയത്തിന് നൂറും, എന്റെ ഹൃദയത്തിന്റെ മനസ്സിന്റെ വ്യസനങ്ങളും വിഷമങ്ങളും പുറത്ത് തള്ളിപ്പോകുന്നത്. എന്തുകൊണ്ടാണ്? ഖുർആൻ കൊണ്ടാണ്. അപ്പൊ നമ്മൾ ആ ദുആയും ചെയ്യണം, ഖുർആനിലേക്ക് മടങ്ങി വരണം. ഖുർആൻ പാരായണം ചെയ്യണം, ശരിക്കും കേൾക്കണം, ശരിക്കും അല്ലാഹുവിന്റെ കലാമാണത്. ഒരു മസ്ജിദില് ഈ ഹൽക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് ഖുർആന്റെ. അപ്പോൾ ചെറുപ്പക്കാരൻ വന്നിട്ട് ആ ഷെയ്ഖിനോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം, എനിക്ക് ഒന്ന് റുഖിയ, ഒന്ന് ഖുർആൻ ഓതി തരണം, ഞാൻ ഭയങ്കര ടെൻഷനിലാണ്, ഡിപ്രഷനിലാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഉറക്കമില്ല, ഭക്ഷണത്തിന് രുചിയില്ല, ജീവിക്കണമെന്ന് തോന്നുന്നില്ല. അപ്പൊ മുഖമൊക്കെ ഭയങ്കര ഒരു വിരളിയെ പോലെ, ഒരു ഇരുണ്ട. അപ്പൊ ഷെയ്ഖ് ഇങ്ങനെ നോക്കിയാണ്. അപ്പൊ പറഞ്ഞു, നീ തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിച്ചിട്ട് കുറച്ചു നേരം ഖുർആൻ ഇരുന്നോത്, ഞാനപ്പത്തിന് ഈ ഹൽക്ക അവസാനിപ്പിച്ചിട്ട് വരാന്ന് പറഞ്ഞു. 2 റക്അത്ത് തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിച്ചു, കുറച്ചു നേരം ഇങ്ങനെ ഖുർആൻ ഇരുന്ന് ഓതുകയാണ് അവൻ. അപ്പൊ ഉസ്താദ് കുട്ടികളൊക്കെ പോയതിന്റെ ശേഷം ഒരു മണിക്കൂറുകൾ ഏകദേശം കഴിഞ്ഞപ്പോ അവനെ വിളിച്ചു. ഞാൻ ഓതിത്തരാം എന്ന് പറഞ്ഞു. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഷെയ്ഖ് ഖലാസ് നിങ്ങൾ ഓതണ്ട, എന്റെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ എന്തൊക്കെയോ പോയി എനിക്ക്. അപ്പൊ ഷെയ്ഖ് പറഞ്ഞെടുത്തു, നിന്റെ റൂഹ്, നിന്റെ ആത്മാവ് പരാക്രമത്തിലായിരുന്നു, വിശന്ന് വലഞ്ഞ് നീ ഖുർആനുമായിട്ട് ബന്ധമില്ലാതെ ആഴ്ചകൾ മാസങ്ങൾ ജീവിച്ചതുകൊണ്ട് നിന്റെ ആത്മാവ് പരാക്രമത്തിലും പരവശയിലും വിശപ്പിലായിരുന്നു. അതുകൊണ്ട് നീ 1 മണിക്കൂർ അവിടെ ഇരുന്ന് ഖുർആൻ ഓതിയപ്പോ നിന്റെ ആത്മാവിന് കിട്ടുന്ന ഭക്ഷണം കിട്ടി, ആത്മാവിന്റെ ആ പരാക്രമം അവസാനിച്ചു, അപ്പൊ നിനക്ക് സമാധാനം കിട്ടി. അപ്പൊ സ്വയം അവന്റെ ശിഫ കണ്ടെത്തി. അതാണ് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്താനുള്ളത്. പിന്നെ ഖുർആൻ പഠിക്കാത്തവർക്ക്, പ്രത്യേകിച്ച് കാഫിര്യങ്ങൾക്ക് ഭയങ്കര ശിക്ഷകളുണ്ട്. കാഫിര്യങ്ങൾക്ക് റമളാൻ മാസം വന്ന് ഇപ്പൊ ഒരു കാഫിറായ മനുഷ്യന് ഒരു 30-40 വർഷം റമളാൻ മാസം അവനക്ക് ജീവിതത്തിൽ കടന്നുപോയി, അവൻ കുഫറിലാണ്, അവനക്ക് നോക്കില്ലല്ലോ. പക്ഷെ അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതാണ് ഓരോ റമളാൻ ഉപേക്ഷിച്ചത് കാരണം. സ്പെഷ്യൽ അവിടെ ശിക്ഷ കൊടുക്കുന്നതാണ്. എല്ലാ 5 വഖ്ത് നിസ്കാരം മുഅ്മിനീങ്ങൾ പോയി നിസ്കരിക്കുന്നു, കാഫിര്യങ്ങൾ ഉറങ്ങുന്നു. ഓരോ വഖ്തിന്റെ നിസ്കാരത്തിന് ശിക്ഷ അവന് കൊടുക്കുന്നതാണ്. എന്നപോലെ തൗഹീദ് സ്വീകരിക്കാത്തതിന്റെ വേറെ ശിക്ഷ കൊടുക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ 5 വഖ്തിൽ ഇങ്ങനെ പോകുന്നു, നമുക്കാണ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നുള്ളത്. ശരിക്കും നമുക്ക് തന്നത് ഒരു ആദരണീയത, ഒരു കറാമത്താണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് കിട്ടുന്ന സൽക്കാരാണ് എന്ത്? നിസ്കാരം. അള്ളാഹുവിനോട് സംസാരിക്കാൻ, സംഭാഷണം നടത്താൻ. അതാണ് ഇദാ ഹസബൽ അംർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ അമ്പിയാക്കളൊക്കെ എന്തെങ്കിലും പരാജയം, വിഷമം, പ്രയാസം വന്നാൽ എന്താ ചെയ്യുക? അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ് നിസ്കാരം. ഉടനെ തന്നെ ഉത്തരം നമസ്കാരം. ചില പണ്ഡിതന്മാരെ വിദ്യാർത്ഥികളോട് ചോദിക്കൂത്രേ, നിസ്കാരത്തിലൂടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയോ? വിദ്യാർത്ഥികളോട്, പഠിക്കുന്ന തുല്ലാബുകളോട്, നിന്റെ നിസ്കാരം ജീവനുള്ളതാണോ? നിസ്കരിച്ച് റബ്ബിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കാൻ, റബ്ബിന്റെ ഖജനാവിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള നിസ്കാരമായോ? അതായത് വെറുതെ പോയിട്ട് ആ ആക്ഷൻ കാട്ടി പോരലാണോ?
നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ, പല ആവശ്യങ്ങളുണ്ട്. നമ്മളൊക്കെ എപ്പോഴും ആവശ്യക്കാരാണല്ലോ. ആവശ്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ നേടണം? നിസ്കരിച്ച് നേടിയെടുക്കണം. അതാണ് അഖീമുസ്സലാ. പിന്നെന്താ പറയാ? വാത്തുസ് സക്കാ. നിസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്നും നേടിയെടുത്ത് ആത്തുസ് സക്കാ, സക്കാത്തിന്റെ സദഖയിലൂടെ റബ്ബിന്റെ അടിമകൾക്ക് കൊടുക്കുക. അതാണ് നമ്മളെ ജോലി. അഖീമുസ്സലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ നിലനിർത്തൽ പോലെ നിലനിർത്തി അതിന്റെ കൃത്യനിഷ്ഠയോട് നിർവഹിച്ച് അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് നമ്മൾ സമ്പത്ത് എന്താ റിസ്കുകൾ നേടിയെടുത്തിട്ട് അള്ളാഹുവിന്റെ അടിമകൾക്ക് നമ്മൾ അത് കൊടുക്കണം. അതാണ് നിസ്കാരവും സക്കാത്തും ഒരുമിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും ഖുർആൻ. അപ്പൊ ഈ ഖുർആൻ പാരായണം ചെയ്യാത്തവര്, പഠിക്കാത്തവര്, അതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയില്ലാത്തവർക്ക് ശിക്ഷകളുണ്ട്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഖുർആനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും. അത് കേൾക്കില്ല, അതുപോലെ തന്നെ പാരായണം ചെയ്യില്ല, മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കില്ല, അർത്ഥം പഠിക്കില്ല, തദബ്ബുറില്ല, അമല് ചെയ്യില്ല, ദഅവത്ത് ചെയ്യില്ല, അതിൽ നിന്ന് ശിഫ കരസ്ഥമാക്കില്ല. നമുക്കൊരു അസുഖം വന്നാൽ വേഗം ഡോക്ടറെ അടുത്ത് കൊടുക്കുക. ഖുർആനിന്റെ ഓർമ്മ വരില്ല. ഉണ്ടാവട്ടോ, ഞാൻ പൊതുവേ ഒരു കാരണം പറഞ്ഞതാണ്. ഫാത്തിഹ സൂറത്ത്, അശ്ശാഫിയ അൽ കാഫിയ, ഷിഫയാണ്, മതിയായതാണ്. ആദ്യം അത് ചെയ്തിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് സബബിലേക്ക് ഓടേണ്ടത്. കാരണം എന്താ? ഖുർആൻ ഷിഫ എന്നല്ല പറഞ്ഞതാണ് നമ്മളോട്. ദവ മരുന്ന് എന്നല്ല അല്ല പറഞ്ഞു. എന്താ പറഞ്ഞേ? ഷിഫ എന്നാ പറഞ്ഞതല്ല. ഷിഫ ജലദോഷം, പനിക്കല്ല, ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെ ഷിഫയാണ് ഖുർആൻ. ഭരണകൂടത്തില്, അടുക്കളയില്, അങ്ങാടിയില്, മാർക്കറ്റില്, കോടതിയില്, പള്ളിയില്, മദ്രസയില്, എവിടൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെ ഷിഫ എവിടെയാണുള്ളത്? ഖുർആൻ. എല്ലാവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഖുർആനിലും സുന്നത്തിലുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ പരിഹാരം നമ്മൾ സ്വീകരിച്ചാൽ മതി. ആ പരിഹാരത്തിനെ ഇസ്തിഖ്ബാൽ ചെയ്ത്, കബൂൽ ചെയ്ത്, സറണ്ടറായി ആമന്ന വസമിഅന, അതിനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്ത പ്രശ്നം തീരും. ഇതിന് പറഞ്ഞാൽ ഖുർആനിന്റെ സുന്നത്തിന്റെയും തീരുമാനത്തിന്റെ അപ്പുറം വീണ്ടും തന്നിഷ്ടം ചെയ്താലോ പ്രശ്നം തീരില്ല. നമ്മളെ എല്ലാവരുടെ പ്രശ്നം തീരും ഖുർആനിലൂടെ, സുന്നത്തിലൂടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട സമയം കൊടുക്കണം ഖുർആനിൽ. എപ്പോഴെങ്കിലും ഒഴിവുള്ള സമയത്ത്, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സമയത്ത് രാവിലെ, ഇപ്പൊ ഞാൻ ഉറക്ക സമയമാണ്, ഇപ്പൊ ഡ്യൂട്ടി ടൈമാണ്, അങ്ങനല്ല. ഖുർആനിൽ നമ്മുടെ ഓരോ ദിവസത്തിലെ ഏറ്റവും സുപ്രധാന സമയം ഖുർആനിൽ കൊടുക്കണം. അതിനാണ് അള്ളാന്റെ കലാമാണത്. ഫ്രീ ടൈമിൽ കൊണ്ടുപോയിട്ട് ഓതാനുള്ളതല്ലത്. സമയത്തിലെ ഏറ്റവും നല്ല വെണ്ണ പോലെ, നെയ്ക്കട്ട പോലത്തെ സമയം കൊടുക്കണം ഖുർആന്. അപ്പോഴാണ് നമുക്കത് ജീവിതത്തിൽ അപ്പോഴാണ് നമുക്ക് ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും അത് ദഅവത്ത് ചെയ്യാനും നമുക്ക് തന്നെ അതിന്റെ ബർക്കത്തും ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ തോന്നുമ്പോൾ സമയം കിട്ടുമ്പോൾ ഇരുന്ന് ഓതുക, അല്ലെങ്കിൽ പിന്നെ നല്ല സമയങ്ങളൊക്കെ ഡ്യൂട്ടി ടൈമിൽ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യും. ഖുർആനുമായിട്ട് സമയത്തിൽ ഒരു ഗൗരവം കൊടുക്കില്ല നമ്മൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ആ ഒരു ബലഹീനത വന്നുകൊണ്ടിരിക്കും. ഖുർആനിന് വളരെ വളരെ മർമ്മപ്രധാന സമയം കൊടുക്കണം. സഹാബാക്കളും നബിയൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ കഴിഞ്ഞപ്പോൾ വേഗം ഓടിപ്പോയി വീട്ടിലേക്ക്. എല്ലാ സഹാബാക്കളും ദർസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. സഹാബാക്കൾ ദർസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടി കുറച്ച് വേഗം പോയി, തിരക്കിട്ട് മുഖം ആരോടും മിണ്ടാത്ത രീതിയിലാണ് പോയി. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് വന്നത്. എല്ലാവരോടും ഇരിക്കുന്നൊരു സഹാബത്ത്, ആരും നീറ്റ് പോയിട്ടില്ല. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര പെട്ടെന്ന് തിരക്കിട്ട് പോയത്? പറഞ്ഞു, ഇന്നലെ രാത്രി കുറച്ച് സന്ദർശകർ വന്ന കാരണം അവരുമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് എന്റെ വിർദ്, ഞാൻ ദിവസേന ഓതുന്ന ആ പാർട്ട്, അത് ഇന്നലെ രാത്രി എനിക്ക് ഓതാൻ പറ്റിയില്ല. അത് ഖളാ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഓതി തീർക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കങ്ങനെ ഉണ്ടോ? നമുക്ക്
വിറുതുണ്ടോ, അതായത് 5 ആയത്ത് ദിവസം ഞാൻ ഓതും. അത് ഇപ്പോൾ തന്നെ നിയത്ത് വെക്കണം. നമ്മൾ 5 ആയത്ത് ചെറുത്ത് വെച്ചാൽ ചെറുത്ത് ഇങ്ങനെ മെല്ലെ പോയാൽ മതി. പിന്നെ 5 ഉള്ളത് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡെവലപ്പ് ആക്കണം. ഒരു ഡെവലപ്മെന്റ് അത് 7 8 ആക്കുക. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ഒരു 10 12 ആക്കുക. അതിന് നമ്മൾ ഈ നല്ല ഡെവലപ്മെന്റ് കണ്ടെത്തണം. ഇപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ 1 റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കണം. 2-3 മാസം 1 റക്അത്ത് നിസ്കരിക്കുക. അത്രയും മടിയുള്ള ഒരാളാണെങ്കിൽ തുടക്കം. പിന്നെ അത് 3 റക്അത്ത് ആക്കുക. ഒരു 3 4 5 6 മാസം കഴിഞ്ഞിട്ട് 6 റക്അത്ത് അല്ലെങ്കിൽ 7 റക്അത്ത് ആക്കുക. ഒറ്റയിട്ടുള്ള നിസ്കാരം. അങ്ങനെ നമ്മുടെ അമൽ സ്വാലിഹാത്തുകളിലും ഒരു ഡെവലപ്മെന്റ് നമ്മൾ പരിശ്രമിച്ച് കണ്ടെത്തണം. അതാണ് നമ്മൾ ഈ റമദാനിലൊക്കെ പ്രധാനമായിട്ടും റമദാൻ കഴിഞ്ഞാലും നമ്മൾ ആ വിറുത് 5 ആയത്ത് 10 ആയത്ത് അല്ലെങ്കിൽ 1 പേജ് അത് നമ്മുടെ നിയ്യത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ 5 വക്ത് നിസ്കാരം പോലെ വെക്കണം. അതാണ് വിറുത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരു ദിവസം രാത്രി ഓതാൻ പറ്റിയില്ല, വേഗം പോയിട്ട് അത് ഓതി തീർത്തിട്ടാണ് ദർസ് തുടങ്ങിയത്. അതാണ് ഖുർആനിന്റെ അവർ കൊടുത്ത സ്ഥാനം. അപ്പോ പരിശുദ്ധ ഖുർആൻ അതിൽ സമയം കൊടുക്കാതെ പഠിക്കാതെ ശ്രദ്ധിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാവും. അതിൽ മുമ്പൊരു കാര്യം കൂടി പറയാം. ഈ ഖുർആൻ കേൾക്കലും വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റമദാൻ കഴിയുന്നതിന്റെ മുമ്പ് നമ്മളും ദിവസേന ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ തിലാവത്ത് നമ്മൾ കേൾക്കണം. ബഖറ മുതൽ ഫാത്തിഹ മുതൽ നാസ് വരെ കേട്ടിട്ടും നമ്മൾ ഖത്തം തീരണം. അപ്പോൾ കുറച്ചും കൂടി അധ്വാനിക്കാൻ കഴിയുള്ളവരാണെങ്കിൽ നമ്മൾ നോക്കുക, ഈ ഷെയ്ഖിന്റെ ഒത്ത് കേൾക്കുക. അപ്പൊ നമ്മളെ തെറ്റുകളൊക്കെ ശരിക്കും സ്കാനിങ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ്. അതിൽ നമുക്ക് ഈമാൻ വർദ്ധിക്കും. ഇപ്പൊ ഒരു ഹിഫ്ള് പഠിക്കുന്ന കുട്ടി, ആ കുട്ടി ആദ്യം ചെയ്യേണ്ടത് എന്തെന്നറിയോ? ആ കുട്ടി ആദ്യം ആ ഷെയ്ഖിന്റെ ആ ഉസ്താദിന്റെ തിലാവത്ത് കേൾക്കണം. കേൾക്കാതെ ഈ കുട്ടി ഹിഫ്ള് ചെയ്യാൻ തുടങ്ങിയാൽ പെട്ടെന്ന് മറക്കും. പക്ഷെ ആ ഉസ്താദിന്റെ ഓത്ത് ശരിക്ക് ശ്രദ്ധിച്ച് കേട്ട് 5 മിനിറ്റ് കേട്ട് അല്ല 5 ആയത്ത് കേട്ട് പിന്നെ കുട്ടി പഠിക്കൽ തുടങ്ങിയാൽ അത് മറക്കൂല. അതാണ് ഖുർആനിന്റെ ഒരു അത്ഭുതമാണ്. അത് ആദ്യം കേട്ട് പിന്നെ പഠിക്കൽ തുടങ്ങിയാൽ അത് മനസ്സിൽ പെട്ടെന്ന് പോകില്ല. ചില ഇമാമിങ്ങളൊക്കെ അവര് നിസ്കരിക്കാൻ ഇമാമത്തിന് വരുന്നതിന് മുമ്പ് ഏകദേശം 1/2 മണിക്കൂർ മുമ്പ് അവര് കേൾക്കും. അവർ ഓതാൻ ഉദ്ദേശിക്കുന്ന ആയത്തുകൾ അവർ കേട്ടിട്ടേ വരുള്ളൂ. കാരണം കേട്ടത് ആ ചെവി ഇങ്ങനെ കൊണ്ടുവരും, നാവിലൂടെ കേട്ടത്. അങ്ങനെയാണ്. അപ്പോ ഒന്നാമത്തെ ശിക്ഷ പറയാൻ പോകുന്നത് ഖുർആനുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്കുള്ള ശിക്ഷ. സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഇതൊരു ക്ലാസ് എടുക്കൽ മാത്രമല്ല കേട്ടോ, ഒരു ചർച്ചയും കൂടിയാണ്. ബാക്കി നിങ്ങൾ ഓതണം. ഇത് കേട്ടിട്ടുണ്ടായത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ അഖ്ഫാലുഹാ. ഇത് മുനാഫിക്കുകളുടെ ഭാഗമായിട്ട് ഇറങ്ങിയ ആയത്താണ്. മുനാഫിക്കുകള്, കപടവിശ്വാസികള്, അങ്ങനെ അവരുടെ ഹൃദയത്തിൽ കാപട്യം വരാൻ കാരണം അവർ ഖുർആനിന്റെ തദബ്ബുർ ഉണ്ടായിരുന്നില്ല എന്നാണ്. അവർ ഖുർആനിന്റെ ഉൾക്കാഴ്ചയോട് കൂടിയിട്ടുള്ള ഓരോ ആയത്ത് അഗാധമായിട്ട് ഇങ്ങനെ പഠിക്കല് അവർക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് അവർക്ക് യഖീനും കുറവാണ്, ദൃഢവിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലും അള്ളാഹു പറഞ്ഞതിലൊക്കെ ഒരു തമാശയാണ്. അതാണ് കാപട്യം. എന്നപോലെ തന്നെയാണ് അവർ സംസം വെള്ളം കുടിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾ സംസം വെള്ളം എങ്ങനെ കുടിക്കുക? ധാരാളം കുടിക്കാൻ തോന്നുന്നതാണ്. കാരണം യഖീനുണ്ട്, ശിഫയാണ് അല്ലെ? സംസത്തിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനല്ലേ? അപ്പൊ അതിന്റെ യഖീനോട് കൂടി മുഅ്മിനീങ്ങള് കുടിക്കുന്നതാണ്. മുനാഫിക്കീങ്ങൾക്ക് അധികം കുടിക്കാൻ കഴിയില്ലതാണ്. എന്നപോലെ തന്നെ ഖുർആനും. അപ്പൊ അതാണ് അല്ലാഹു പറയുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ എന്തായി ഖുർആനിൽ ഉറ്റ ആലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങളുടെ മനസ്സുകളൊക്കെ പൂട്ടിയിരിക്കുകയാണോ? നിങ്ങളുടെ ഹൃദയത്തിന് എന്താ ലോക്ക് ഉണ്ടോ? അള്ളാഹ് ചോദിക്കുകയാണ്. അപ്പൊ തീരെ ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നില്ല, ആയത്ത് പഠിക്കുന്നില്ല, കേൾക്കുന്നില്ല, ഓതുന്നില്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? അവന്റെ ഹൃദയത്തിന്
പൂട്ടുണ്ട് എന്നർത്ഥം. ശിക്ഷയാണത്, ഒരു അദാബാണത്. അതാണ് പറയുന്നത് ആ മല ഖുലൂബിൻ അഖ്ഫാലുഹ. അപ്പൊ ഹൃദയത്തിന് പൂട്ടില്ലാത്തൊരാള് അത് പഠിക്കുകയും ഓതുകയും പ്രവർത്തിക്കുകയും ഹിഫ്ദ് ചെയ്യുകയും അതുമായിട്ട് ഇങ്ങനെ നല്ല ബന്ധം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അഖ്ഫാലുഹ, പൂട്ടുണ്ടെങ്കിലോ തോന്നില്ല. പൂട്ടുണ്ടെങ്കിൽ തോന്നില്ല. അപ്പൊ ഈ പൂട്ടിട്ട് കഴിഞ്ഞാലോ പിന്നെ വ്യസനം, വിഷമം, സംശയം, കാപട്യം, അഹന്ത, അഹങ്കാരം, അസൂയ ഒന്നും എന്തില്ല, പുറത്തു പോവില്ല. അല്ല പൂട്ടി എന്ന പോലെ പൂട്ടിക്കഴിഞ്ഞാൽ കേറൂല. തൗഹീദ്, സുന്നത്ത്, ഖുർആൻ, ആയത്ത്, ഒരു ആയത്തോതി അർത്ഥം വെച്ച് അല്ലെങ്കിൽ ഒരു ആയത്തോതി എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ, നസീഹത്ത് കൊടുത്താൽ അങ്ങനെ കേട്ടിട്ട് വലിയ അദാബാണ്. സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ ആയത്ത്. രണ്ടാമത്തെ ശിക്ഷ ഹൃദയത്തില് മനസ്സിന് അഭിപ്രായ വ്യത്യാസങ്ങൾ, കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. കൺഫ്യൂഷൻ സൂറത്ത് നിസായിലെ 82-ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങൾക്ക് അറിയുന്ന ആയത്തുകൾ തന്നെയാണ് അത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ അതിന്റെ മുമ്പ് എന്താ പറഞ്ഞോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്താ നിങ്ങൾ ഖുർആനിൽ എന്താ ആലോചിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? എന്താ നിങ്ങൾ കളിച്ച് നടക്കുക? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്നല്ല എങ്കിൽ ധാരാളം ഇഖ്തിലാഫുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. അപ്പൊ അല്ലാഹുവിൽ നിന്നല്ലാത്ത എല്ലാ ഗ്രന്ഥങ്ങളിലും എന്തുണ്ടാവും? എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇഖ്തിലാഫ് ഉണ്ടാവും. അപ്പൊ തീരെ ഖുർആനും സുന്നത്തുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ എന്തൊരു വിഷയത്തിലും അവനക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ആശയക്കുഴപ്പങ്ങൾ. എന്ത് ചെയ്യണം, അത് ചെയ്യണം, അവിടെ പോകണം, അത് ഏത്, എല്ലാറ്റിനും കൺഫ്യൂഷൻ ഉണ്ടാവും അവനക്ക്, അഭിപ്രായ വ്യത്യാസം, ഇഖ്തിലാഫ്. കാരണം എന്താ? ശരിക്കും യഖീനില്ല. രണ്ടാമത്തെ ശിക്ഷ. മൂന്നാമത്തത് ജീവിതം അന്ധകാരങ്ങളിലായിരിക്കും. സൂറത്ത് ഇബ്രാഹിമിലെ 1-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. ഉണ്ടോ? എന്തിനാ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്? ഫ്രണ്ടിലേക്ക് കയറി. ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. അപ്പൊ ഖുർആനുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലോ പണ്ഡിതന്മാർ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് അർത്ഥമാണ്. അവൻ ഇരുളുകളിലായിരിക്കും, ശിർക്കിലായിരിക്കും, ദലാലത്തിലായിരിക്കും, വിദേഹത്തിലായിരിക്കും. കാരണം ഖുർആനുമായിട്ട് ഒരു ബന്ധമില്ല. നാലാമത്തെ ശിക്ഷ സൂറത്ത് സുഖ്റുഫിലെ 36-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശൈത്താനിനെ അവന്റെ മേൽ ഫിറ്റ് ചെയ്യുന്ന കേട്ടിട്ടില്ലേ? ശൈത്താനിനെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ. ഈ ഉത്ബോധനം, ഈ ദിക്ർ, ഇവിടെ പല അർത്ഥങ്ങളുണ്ട്. ദിക്ർ എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന് പറയുന്നുണ്ട്, പിന്നെ ഖുർആൻ എന്ന് പറയുന്നുണ്ട്, പിന്നെ എല്ലാ അമലു സാലിയാത്തുകളും, അതുപോലെ തന്നെ നസീഹത്ത്, ഉത്ബോധനം, ഇതൊക്കെ ദിക്റിൽ ഉൾപ്പെടും. വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഈ ഉത്ബോധനത്തിൽ, ഈ അമലു സാലിയാത്തിൽ നിന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോവും. എപ്പോഴും സമയമില്ല. എന്താണ് ശിക്ഷ?
ശിക്ഷ എന്താണ്? നുഖയ്യിദ് ലഹു ശൈത്താനൻ. നുഖയ്യിദ് എന്ന് പറഞ്ഞാല് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്, അവർക്ക് സെറ്റാക്കി കൊടുക്കുന്നതാണ് ഒരു ശൈത്താനിനെ. ആര് സെറ്റാക്കി കൊടുക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. ഖരീൻ എന്ന കൂട്ടുകാരൻ, എപ്പോഴും ഏറ്റവും അടുത്തുള്ളവന്റെ കൂട്ടുകാരൻ, അതാണ് ഖരീൻ. അപ്പൊ ഈ ഷൈത്താൻ എന്താണ് നമുക്കറിയാം, നമ്മുടെ ശത്രുവാണ് ഷൈത്താൻ. ആരാണ്? നമ്മളെ വ്യക്തമായ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വും ഫത്തഖിദുഹു അദുവ്വ. അല്ലാഹ് പറയണേ നമ്മളോട്, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് കേട്ടവൻ, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ആ ശത്രുവിനെ എന്താക്കി തരും? ഫിറ്റ് ചെയ്ത് തരും. പിന്നെ ഇവനെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും? ഷൈത്താനായിരിക്കും. അള്ളയാണ് സെറ്റ് ചെയ്യുക, അള്ളയാണ് അവനെ കൂട്ടുകാരനാക്കിയിട്ടുള്ളത്. എന്താ കാരണം? ഖുർആനും സുന്നത്തും ദുആ അമലു സാലിഹാത്തും ഒക്കെ പിന്തിരിഞ്ഞു പോയതുകൊണ്ട്, ജീവിതം തന്നിഷ്ടപ്രകാരം ജീവിച്ചതുകൊണ്ട്. അതാണ് അങ്ങനെ ആ ശൈത്താൻ അവനെ കൂട്ടുകാരനാക്കി കൊടുക്കാൻ കാരണം. എന്നിട്ട് ഇവൻ ചിന്തിക്കുന്ന അതിന് വലിയൊരു അദാബ്, ശിക്ഷ എന്താണെന്ന്. അതിനെന്നെ ഇത് 36-ാമത്തെ ആയത്താണ്. 37-ാമത്തെ ആയത്ത് وَإِنَّهُمْ لَيَصُدُّونَهُمْ عَنِ السَّبِيلِ وَيَحْسَبُونَ أَنَّهُمْ مُهْتَدُونَ. അതായത് ഇവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകുന്ന ആളുകളെ, അമൽ സാലിഹാത്തുകൾ ചെയ്യുന്നവരെ, സദഖ കൊടുക്കുന്നവരെ ഒക്കെ അവര് തടസ്സപ്പെടുത്തും. അത്രയൊന്നും കൊടുക്കണ്ട, അവർക്കൊക്കെ ഉണ്ട്, അവര് തന്നെ പണി പിരിവ്, എങ്ങനെ ഒരു തടസ്സം കൊടുക്കും. അതാണ് പറയണത്. وَإِنَّهُمْ لَيَصُدُّونَهُمْ عَنِ السَّبِيلِ وَيَحْسَبُونَ أَنَّهُمْ مُهْتَدُونَ. എന്നിട്ട് അവൻ എന്ത് വിചാരിക്കുന്നു? അവൻ മറ്റുള്ളവനൊക്കെ തടസ്സപ്പെടുത്തിയിട്ട് അവൻ സ്വയം കരുതും എന്ത്? മുഹ്തദൂൻ. എന്താണ് മുഹ്തദ് എന്ന് പറഞ്ഞാൽ? എന്താ? ഞാൻ നല്ല മാർഗത്തിലാണ്, ഞാൻ കുഴപ്പമില്ല, നമുക്കിപ്പോ എന്താ കുഴപ്പം? ഇത് ശിക്ഷയാണിത്, ഒരു ശിക്ഷ അള്ളാഹു കൊടുക്കുന്നവന്റെ ചിന്തയിൽ ഇട്ട് കൊടുക്കുന്ന ശിക്ഷയാണിത്. അവൻ പറയണേ, അവന്റെ മനസ്സിലുണ്ടാവും യഹ്സബൂൻ, അവന് വിചാരിച്ചുകൊണ്ടിരിക്കും അന്നഹും മുഹ്തദൂൻ, നിസ്കാരം ഉപേക്ഷിക്കും, സക്കാത്ത് ഉപേക്ഷിക്കും, ശിർക്കിലായിരിക്കും, വിദേഹത്തിലായിരിക്കും, നുണയിലും ചതിയിലും പലിശയിലൊക്കെ ആയിരിക്കും. അവൻ വിചാരിക്കും അന്നഹും മുഹ്തദൂൻ, എനിക്കൊരു കുഴപ്പമില്ല, നല്ല മുദ്രാണ്, നമ്മളെന്താ പ്രശ്നം? ഈ പ്രശ്നം എന്താന്ന് എല്ലാതും ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് അവൻ ചിന്തിക്കുകയാണ് ഞാൻ നല്ലതിലാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ശിക്ഷയാണിത്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിയില്ല. വളരെ ഗൗരവമുള്ളൊരു ആയത്താണ്. 38-ാമത്തെ ആയത്തില് ഹത്താ ഇദാ ജാഅ ഖാല യാ ലൈത ബൈനി വ ബൈനിക ബഅദൽ മശ്രിഖൈനി ഫബിഇസൽ ഖരീൻ. പരലോകത്ത് പോയിട്ട് ഈ ശൈത്താനെ കാണുമ്പോ അതാണ് അല്ലാഹു പറഞ്ഞത്. ഹത്താ ജാഅന ഖാല ജാഅന, അള്ളാഹുവിന്റെ അടുത്ത് വരും, പിന്നെ എത്തി. അപ്പോഴാണ് അവൻ പറയുന്നത്, ഈ എനിക്കും നിനക്കുമിടയിൽ ഉദയാസ്തമാനങ്ങളുടെ അത്ര ദൂരം ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്ന്. നീ എന്റെ കൂട്ടുകാരനായല്ലോ, ഞാൻ പെട്ടുപോയല്ലോ, അവിടെ പോയിട്ട് പറയും. ഈ ശൈത്താന്റെ പിന്നാലെ പോയതുകൊണ്ട്. കാരണം ശൈത്താനെ, അപ്പോ ഇവന്റെ കൂട്ടുകാരൻ ആരായിരുന്നു? ശൈത്താനായിരുന്നു ജീവിതത്തിൽ. അപ്പൊ ശിക്ഷയിലും പരലോകത്താരായും ഈ ശൈത്താന്റെ കൂട്ടിയിട്ട് തന്നെ അവന്റെ ശിക്ഷയിലും അകപ്പെടുത്തും. ഇത് ഖുർആന്റെ മഹത്വങ്ങളാണ്, ഖുർആനിന്റെ പ്രാധാന്യം. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഖുർആനുമായിട്ട് അടുക്കണം, അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അതിന്റെ കടമ ശരിക്കും നമ്മൾ നിർവഹിക്കുന്നില്ല. അതിന്റെ കടമ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് ഖുർആനിനോട് നമുക്ക് കടമയുണ്ട്. 30 ദിവസത്തിൽ ഖത്തം തീർക്കണം എന്നാണ് ശരിക്കും അതിനോടുള്ള ഹക്ക്. 30 ദിവസത്തിൽ ഖത്തം തീർക്കണം എന്നാണ് ഉലമാക്കൾ പറയുന്നത്, അതിന്റെ ഹക്ക്. പിന്നെ ആഴ്ചയിൽ തീർക്കുന്നവരുണ്ട്. നമ്മൾ 6 മാസത്തിൽ തന്നെ തീർത്താൽ അൽഹംദുലില്ലാ. നമുക്ക് സമയമല്ല, നമ്മൾ ഓടില്ലേ. അപ്പോ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കുന്നു മാത്രം. ഇത് മദീനത്ത് നമ്മളൊരു ഉസ്താദ് പറഞ്ഞത്, ഏകദേശം 50ഓളം ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാണ്. ഉസ്താദ് മരണപ്പെട്ടു പോയി, അദ്ദേഹം ഹാഫിളാണ്, ആലിമാണ്, മദീനത്ത് തന്നെ പഠിച്ച അവിടെയൊക്കെ ജോലി ഉണ്ടായിരുന്നതാണ്.
അഞ്ചാമത്തെ ശിക്ഷ ഈ ഖുർആനിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ ഉള്ള ശിക്ഷ സൂറത്ത് ത്വാഹയിലെ 1-ാമത്തെ ആയത്ത്, അല്ല സൂറത്ത് ത്വാഹയിലെ 124-ാമത്തെ ആയത്ത്. നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും അത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ومن أعرض عن ذكري فإن له معيشة ضنكا. ഒരു സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, അത് ഇന്നലെ തുടങ്ങിയതാണ് ഈ ജലദോഷം അതൊക്കെ ആയിട്ട്, അതുകൊണ്ടാണ് ശരിക്കും ഓതാൻ പറ്റാത്തത്. വമൻ അഅറദ അൻ ദിക്രി, അഅറദ എന്ന് പറഞ്ഞാലേ പണ്ഡിതന്മാർ പഠിപ്പിക്കണ മുഖം നരത്തിരിക്കുകയാണ്, സമയമില്ല, അവനക്ക് അവൻ്റെതായിട്ടുള്ള സ്വന്തം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്കും ഖുർആനിലേക്കും ഒന്നും വരാൻ അവർക്ക് സമയമില്ല. അതാണ് അഅറദ എന്ന് പറയുന്നത്. അങ്ങനെ പോകും. അതാണ് അല്ലാഹു പറയുന്നത് ഇവിടെ, വമൻ അഅറദ അൻ ദിക്രി. ദിക്രി ഒന്നാമത് തൗഹീദാണ്. ദിക്രി തൗഹീദിലേക്ക് വിളിക്കുമ്പോൾ അപ്പൊ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ദിക്രി എന്ന് പറഞ്ഞാൽ ഒന്നാമത് തൗഹീദാണ്, രണ്ടാമത് അമലി സ്വാലിഹാത്ത്, ഖുർആൻ ഒക്കെ അതിന്റെ അർത്ഥങ്ങളുണ്ട്. അപ്പൊ അല്ലാഹു പറയുന്നത് ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا. അഞ്ചാമത്തെ ശിക്ഷയാണ്. ജീവിതം എപ്പോഴും പ്രയാസത്തിലായിരിക്കും, വലിയൊരു ഭാരം, ഒരു എന്ത് ചെയ്താലും നീങ്ങാത്ത സൈസ് ഒരു കുടിസ് പ്രയാസം, ഭാരം. എന്താ കാരണം എന്നറിയോ? അവൻ ഈ അള്ളാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് ഒഴിവായി പോയി. അപ്പോ അള്ളാഹ് ശരിക്കും പറഞ്ഞ മഈഷ എന്നാണ്. എന്താ മാഷിയത്ത് പറഞ്ഞാൽ നമ്മളിപ്പോ ദിവസം ജോലിക്ക് കയറുന്നില്ലേ, നമ്മളെ മാഷിയത്താണ്, നമ്മളെ മാഷിയത്താണ്. അള്ളാഹ് പറയണത് ലങ്ക, ഞാൻ നിന്നെ ഞെരുക്കൂടാ, ഞെരുക്കി കളഞ്ഞ നിന്നെ. നിനക്ക് ഖുർആൻ സമയമില്ലല്ലേ, ഖുർആൻ ക്ലാസ്സിന് സമയമില്ല, ഖുർആൻ പഠിക്കാൻ, ഹിഫ്ള് ചെയ്യാൻ, പഠിപ്പിക്കാൻ, ദഅവത്ത് ചെയ്യാൻ സമയമില്ല. എത്ര ജോലി ചെയ്താലും അവസാനിക്കൂല. ലങ്ക, ജോലി സ്ഥലത്തും ലങ്ക, വീട്ടിലും ലങ്ക, യാത്രയിലും ടേസ്റ്റ് ഇല്ല, രുചിയില്ല, ജീവിക്കാൻ എൻജോയ്മെന്റ് ഇല്ല, വീട്ടിലിരുന്നാലും ഇല്ല. വലിയ വീടൊക്കെ വെച്ചു, പക്ഷെ സുഖമായിട്ടൊന്ന് ഉറങ്ങാനോ ഇരിക്കാനോ ചായ കുടിക്കാനോ അല്ലെങ്കിൽ മക്കളിൽ ഇരുന്ന് ഇങ്ങനെ കളിക്കണമെന്ന് ഇരുന്ന് കാണാനോ ആസ്വദിക്കാനോ ഒന്നും പറ്റുന്നില്ല. ലേശ് ലങ്ക, അള്ള ഞെരുക്കി കളഞ്ഞു. നീ എത്ര വലിയ 5000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചിട്ടും കാര്യമില്ല. ഫഇന്ന ലഹു മഈഷ, നിന്റെ ജീവിതം ഞാൻ ഞെരുക്കി കളയും. അള്ളാഹ് പറയുന്നത് നിർത്തിയിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ കണ്ണ് കാണില്ല അവനക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിൽ ഒന്നാമത്തെ വിഭാഗം കാഫിര്യങ്ങളാണ് കേട്ടോ, നമ്മളല്ല. പക്ഷെ നമ്മളെ ഖുർആനിനോടുള്ള അടുപ്പം ഉണ്ടാവണം, ആ ബഹുമതി ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. പിന്നെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഇതേപോലെ മുസ്ലിമീങ്ങളും മുനാഫിക്കുകളും ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്കും ചിലപ്പോൾ ഈ ശിക്ഷകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. തൗബ ചെയ്യണമെന്നാണ്. കൂടുതൽ ദിവസം ആഴ്ചകളൊക്കെ ഖുർആനുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ അവൻ തൗബ ചെയ്തിട്ട് വേണം ഖുർആൻ ഓതാൻ തുടങ്ങാനെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം വലിയൊരു കുറ്റാണ് ചെയ്തത്, ഖുർആനുമായിട്ട് യാതൊരു ബന്ധമില്ല. അതാണ് പറഞ്ഞത് വനഹ്ശുറു, നാം അവനെ എഴുന്നേൽപ്പിക്കും അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമത്തി അഅമാ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർ എത്ര എണ്ണം ഉണ്ടാവും? 800 കോടി. അന്ന് അവിടെ എത്ര ഉണ്ടാവും? ആലോചിച്ച് നോക്കി, ഒന്ന് സങ്കല്പിച്ചു നോക്കി. കണ്ണ് കാണാതെ കോടാനക്കോടി ജനങ്ങളുടെ മൈതാനത്തിൽ ആ സമ്മേളന സ്ഥലത്ത് എഴുന്നേൽക്കെന്ന് പറയുമ്പോൾ എവിടെ നടക്കാൻ പറ്റും? എങ്ങോട്ട് പോകാൻ പറ്റുമോ? നബി എവിടെ? ഹൗദുൽ കൗസർ എവിടെ? കാണാൻ പറ്റുമോ? ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങരുത് കേട്ടോ, ഉറങ്ങരുത്. നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഒരു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഒരു രോഗം വന്നാൽ ഒരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കും, അല്ലേ? ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കും. ആ സമയത്ത് മൊബൈലും ഒന്നും നോക്കില്ല. ചിലപ്പോൾ അറ്റാക്കോ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രശ്നം വന്നാൽ ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കും. അതെന്താ? അത് സ്വന്തം ഇറാദ, സ്വന്തം ആവശ്യത്തിനനുസരിച്ചിട്ടാണ് അവനെ ഇരുന്ന് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടറുടെ മുമ്പിലോ
വക്കീലിന്റെ മുമ്പിലൊന്നും പോയിട്ട് ആരും ഉറങ്ങൂല. ചിലപ്പോൾ ചില തലാഖിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ അനന്തരാവകാശ പ്രശ്നങ്ങളൊക്കെ വക്കീലിനോട് പറയാൻ വേണ്ടി പോയാൽ വക്കീലിന്റെ മുമ്പിൽ ഇരുന്നാലൊക്കെ ഉറങ്ങോ? ഇല്ല, ഉറക്കം തന്നെ ഇല്ല. അപ്പൊ ഞാനൊന്ന് ഉണർത്താൻ വേണ്ടി പറഞ്ഞാണ്. നല്ല അള്ളാഹുവിന്റെ വിശേഷണം, മുഅ്മിനീങ്ങളുടെ ഒരു ക്വാളിറ്റി അല്ല പറയണം. അള്ളാഹുവിന്റെ ഫബശ്ശിർ ഇബാദി എന്നുള്ള പറഞ്ഞു. അള്ളാഹ് സുബ്ഹാനഹു വ തആല, ഞാൻ നിർത്താറായിട്ട് ഏകദേശം 1:52 5 മിനിറ്റ് കൊണ്ട് നിർത്താം. യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹന്നാസ് യാ ബനി ആദം, ഇങ്ങനെയൊക്കെ അള്ളാഹ് നമ്മളെ വിളിക്കുന്നുണ്ട് ഖുർആനിൽ. അതില് ഇതും ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇബാദി. ഇബാദി എന്ന് വിളിക്കുന്നുണ്ട്. അതില് സൂറത്ത് സുമറിലൊരു ആയത്തുണ്ടല്ലോ, യാ ഇബാദി അല്ലദീന അസ്റഫു. അവിടെ മാഷാ അല്ലാഹ്, അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് വേണ്ടത്. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അവിടെ ഔലിയാക്കളെ, സാലിഹ്യങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ അങ്ങനെയല്ല അല്ലാഹ് വിളിച്ചത്. അസ്റഫ് എന്ന് പറഞ്ഞാൽ പാപികളായ തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴി തെറ്റിപ്പോയി ജീവിക്കുന്ന ആളുകളാണ്, അവരാണ് അള്ളാഹ് വിളിക്കുന്നത്. അള്ള സ്നേഹത്തോടു കൂടി. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഗായത്തുർ റഹ്മ എന്നാണ്. ഗായത്തുർ റഹ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ അള്ളാഹുവിന് നമ്മളോട് പറയാനുള്ള ഇഷ്ടം ആയത്താണ് ആയത്ത് സൂറത്ത് സുമറിലെ. അതിലും വലിയ ഒരു ഇഷ്ടം നമ്മളോട് ഇനി അള്ളാഹു പറയാനില്ല. ആരോടാ പറയണമെന്നറിയോ? നിസ്കരിക്കാത്ത, ചിലപ്പോൾ ശിർക്ക് ചെയ്ത അവനോടൊക്കെ പറയണേ, നീ തൗബ ചെയ്ത് നീ പിന്മാറിയിട്ട് ശിർക്ക് ഒഴിവാക്കി വാ. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിൻ റഹ്മത്തില്ലാഹ്. എത്ര വലിയ പാപിയാണെങ്കിലും ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് തൗഹീദ് സുന്നത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അള്ളാഹ് ഉപയോഗിച്ച വാക്ക് ഇബാദി എന്നാണ്. അത് ഇവിടെ അതെ, ഫബശ്ശിർ ഇബാദിൽ ലദീന യസ്തമിഊനൽ ഖൗൽ. എൻ്റെ അടിമ, ആ മുഅ്മിനീങ്ങളായ അടിമകൾ സന്തോഷ വാർത്ത അവരെങ്ങനെ ഇരിക്കും? ഖുർആൻ സുന്നത്തൊക്കെ യസ്തമിഊൻ, എൻ്റെ ആവശ്യമാണത്, എൻ്റെ വിജയത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ആഖിറ നഷ്ടപ്പെട്ടു പോകും, അത് ആശ്രദ്ധിച്ച് കേൾക്കും അവര്. വേറെ ഒരുപാട് ആയത്തുകളുണ്ട് ഇതിനെ കുറിച്ച് പറയാൻ. ഇൻഷാ അല്ലാഹ് പിന്നീട് സഹോദരങ്ങൾ പറയാം. അപ്പോ പരലോകത്ത് എല്ലാവരും പരലോകത്ത് സമ്മേളിക്കുന്ന സമയത്ത് ഈ ഖുർആനിൽ നിന്ന് സമയമില്ലാതെ ഒഴിഞ്ഞുപോയ ആളുകൾക്ക് കണ്ണ് കാണൂല. കൂടാനക്കൂടി ജനങ്ങളുടെ ഇടയിൽ ഇവന്റെ ശിക്ഷ അപ്പോഴേ ആരംഭിക്കുകയും ജനങ്ങളൊക്കെ ചവിട്ടി കൂട്ടി കണ്ണാണൂല. ഇവന്റെ കണ്ണല്ലാ അടച്ചു. എന്നിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട് അവിടെ, ഖാല റബ്ബി ലിമ ഹശർതനി അഅമ. അല്ലാഹ്, എനിക്ക് കണ്ണ് കാണാനല്ലോ, നീ എന്താ എന്നെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? വഖദ് കുൻതു ബസീറ, ഞാൻ കാഴ്ചയുള്ളവനാണല്ലോ, എനിക്കിവിടെ കാണുന്നില്ല. കാഴ്ചയുള്ളവനായിരുന്നു. വഖദ് കുൻതു ബസീറ, ഞാൻ കാഴ്ച ഉള്ളവനായിട്ട് ജീവിച്ചതാണ് ദുനിയാവിലൊക്കെ. പക്ഷെ പരലോകത്തെത്തിയപ്പോൾ കാഴ്ചയില്ല. അപ്പൊ അള്ളാഹ് പറയണാണ്, അതായത് അത്തത്തൊക്കെ ആയാതുന ഫനസീതഹ എന്നാണ് അതിന്റെ ചുരുക്കം. എന്റെ ആയത്തുകൾ നിന്റെ മുമ്പിൽ വന്നപ്പോൾ ഫനസീതഹ, നീ അതിനെ മറന്നു കളഞ്ഞു. വകദാലിക തുൻസ, നിന്നെ ഞാനും മറന്നു കളഞ്ഞു. അതാണ് അൽ ജസാഉ ജിൻസിൽ അമൽ എന്നാണ്, പകരത്തിന് പകരം. ഇവൻ ഖുർആനിനെ മറന്നു, സുന്നത്തിനെ മറന്നപ്പോ അള്ളാഹ് അവന്റെ കാഴ്ചയെ മറപ്പിച്ചു, അള്ളാഹ് അവനെ മറന്നു. അവിടെ പരലോകം നമ്മളെ എല്ലാവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പരലോക വിജയമാണ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ ഈ പണ്ഡിതന്മാർ പറയുന്നത് ആഖിറത്തിനെ ഓർക്കാൻ ഒരു പോയിന്റ് പറഞ്ഞു തരുന്നുണ്ട് ചില പണ്ഡിതന്മാർ. ഇപ്പൊ നമ്മളീ ഇരിക്കുന്ന ഈ സദസ്സുണ്ടല്ലോ, ഈ സദസ്സ് നമ്മളിങ്ങനെ പരലോകത്തിലേക്ക് ഒന്ന് സങ്കല്പിച്ചു നോക്കി. അള്ളാഹ്ക്ക് ദേഷ്യം, കോപം ഉണ്ടാവുക, അള്ളാഹ്ക്ക് തൃപ്തി ഉണ്ടാവുക. ഈ സദസ്സ് തൃപ്തിയാണ്. നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. ഇൽമിന്റെ മജ്ലിസ്, ഖുർആന്റെ മജ്ലിസ്, ഇങ്ങനെയാണ് നമ്മൾ ആഖിറത്തിലേക്ക് തട്ടിച്ചു നോക്കുക. ഒരാൾ ബാങ്കിൽ പോവാണ് പലിശ എടുക്കാൻ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. അപ്പൊ ആ പലിശക്ക് പോകുന്ന സമയം, അവിടെ ഇരിക്കുന്ന സമയം, അവനത് ചിന്തിക്കുക ആഖിറത്തിലേക്ക്. ഞാൻ ഈ ബാങ്കും ഞാനും കൂടിയിട്ട് പരലോകത്തിലേക്ക് ഹിസാബിൽ നിൽക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? ഹറാമാണത്.
അങ്ങനെ ഓരോരോ കാര്യങ്ങളും. നിസ്കാരം ഉപേക്ഷിച്ച് കിടന്നുറങ്ങാണ്, അവൻ ആ സമയം ആലോചിക്കണം. ബാങ്ക് ഇങ്ങനെ കൊടുക്കുകയാണ്, അവൻ ആലോചിക്കേണ്ടത് ഞാൻ പരലോകത്തിൽ മൈതാനത്തിലാണ്. അപ്പൊ ഈ ബാങ്കിന്റെ സമയം ഞാൻ ഉറക്കത്തിലാണ്. അപ്പൊ ഞാൻ അവിടെ ഹിസാബിന് എന്ത് പറയും? അവനവിടെ ഉറക്കത്തിലാണ്. ഇങ്ങനെയാണ് പരലോകവുമായിട്ട്. ഇപ്പൊ കല്യാണത്തിന് ഗാനമേളയും പാട്ടും കൂത്തും നിസ്കാരം ഉപേക്ഷിക്കലും ഒക്കെ നടക്കുകയാണ്. ആ കല്യാണം നേരെ പരലോകത്തിലേക്ക് സങ്കല്പിച്ചാൽ മതി. ഈ കല്യാണ ഓഡിറ്റോറിയം നേരെ പരലോകത്തിൽ റബ്ബ് ഹിസാബിനെ കൊണ്ടുവരുമല്ലോ എന്തായാലും. അങ്ങനെയാണ് പരലോകത്തിൽ നമ്മൾ ഓർക്കാൻ ഏറ്റവും നല്ലൊരു എളുപ്പ വഴിയാണ് പണ്ഡിതന്മാർ കൊടുക്കുന്നത്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ ഖുർആനിന്റെ അഹ്ലുകാരി അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, സഹോദരങ്ങൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പുറത്തു കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ള മാതാപിതാക്കള്, സഹോദരങ്ങൾ, പല രോഗികളുണ്ട്. നമ്മൾ അബ്ദുൽ ഷക്കൂർ സാഹിബിന്റെ ഭാര്യ ഹോസ്പിറ്റലാണ്. അവർക്കും രോഗങ്ങളുള്ളവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ കൊടുക്കട്ടെ. അതുപോലെ തന്നെ രോഗികൾക്ക് അല്ലാഹു നൽകാൻ ഉദ്ദേശിക്കുന്ന അവരുടെ ദറജാത്തുകളും മഗ്ഫിറത്തുകളൊക്കെ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുബ്ഹാനക്കല്ലാഹു വ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.